തുടർച്ചയായ ആരോപണങ്ങളിലൂടെ മുഖ്യമന്ത്രിയെ കണ്ട് പാർട്ടി സെക്രട്ടറിയെ കണ്ട് പരാതികൾ കൊടുക്കുന്നതിലൂടെ PV അൻവർ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ് എന്ന പ്രധാനം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഷ്ട്രീയ കേരളം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അൻവറിന്റെ വഴിയിൽ ആരൊക്കെയാണ്, അൻവർ ആരെയൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നത് ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ P ശശിയാണോ അൻവറിന്റെ കണ്ണിലെ കരട് എന്ന ചോദ്യവും ഉയരുന്നു. പാർട്ടിക്ക് പരാതിയുണ്ട്, മുഖ്യമന്ത്രിക്ക് മുൻപിൽ പരാതിയുണ്ട്, നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതിന്റെ പ്രതിഫലനം CPM-ൽ ഉണ്ടായി തുടങ്ങി എന്നത് പ്രധാനപ്പെട്ട വിവരമാണ്. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പ്രധാന അജണ്ടയായി മാറുന്നു. നിജസ്ഥിതി കണ്ടെത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനമുണ്ടാകുന്നു. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഭരണ തുടർച്ച അസാധ്യമെന്നും അഭിപ്രായമുയരുന്നു. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം, അതാണ് ഏറ്റവും പ്രധാനം. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് എല്ലാവരെയും ഒരുമിപ്പിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം പാർട്ടിയെ വല്ലാതെ ബാധിക്കുന്നു എന്ന വിലയിരുത്തൽ സമ്മേളനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കോടിയേരി ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം പാർട്ടി തകരില്ലെന്നും പ്രതിനിധികൾ പറയുന്നു. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, അതായത് ഈ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ നിന്ന് പാർട്ടിക്ക് ഒരു കാരണവശാലും പുറകോട്ട് പോകാനാവില്ല. കാരണം ആരെയും തള്ളിക്കളയാനാവാതെ, അൻവറിനെ തള്ളിപ്പറയാതെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും ഒക്കെ നിലപാടെടുക്കുന്നു. ഗൗരവമുള്ളതാണെന്ന് LDF കൺവീനർ അടക്കം വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. അപ്പോഴും എന്താണ് ഈ വിഷയത്തിൽ നടപടി എന്ന വല്ലാത്ത ഒരാശയക്കുഴപ്പത്തിലാണ് പാർട്ടി. ഇതിനിടയിലാണ് താഴെത്തട്ടിൽ സമ്മേളനങ്ങളിൽ ഈ വിമർശനങ്ങൾ അതേ രൂപത്തിൽ പുറത്തു വരുന്നത്. രഞ്ജിത്ത്, അത് തന്നെയാണ്. എന്താണോ ഈ PV അൻവറിന്റെ ആരോപണം കൊണ്ട് ആ ആരോപണം ഉന്നയിക്കാൻ അൻവറിനെ പ്രേരിപ്പിച്ചവർ, അതിനു പിന്നിൽ ഇപ്പോഴും മറഞ്ഞിരിക്കുന്നവർ, PV അൻവർ എന്ന ഭരണപക്ഷ MLA-ക്ക് പിന്നിൽ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയധികം വലിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ആഭ്യന്തര വകുപ്പിനും DGP-ക്കുമെതിരെയൊക്കെ ഉന്നയിച്ച് മറഞ്ഞിരിക്കുന്നവർ എന്താണോ ഉദ്ദേശിച്ചത് അത് പ്രതിഫലിച്ചു തുടങ്ങി CPM-ൽ എന്ന് വേണം മനസ്സിലാക്കാൻ. ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചത് ഒന്നാം തീയതിയാണ്. അതിനുശേഷം ഈ അൻവറിന്റെ ആരോപണം വന്ന ശേഷം ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ പ്രധാന ചർച്ചാ വിഷയമായി, പ്രധാന അജണ്ടയായി മാറുകയാണ് അൻവർ ഉയർത്തിവിട്ട ആരോപണ കൊടുങ്കാറ്റ്. അത് പാർട്ടി പ്രവർത്തകർ, കീഴ്ഘടകങ്ങളിലെ പാർട്ടി നേതാക്കൾ അതേപടി വിശ്വസിക്കുകയാണ്. അല്ലെങ്കിൽ അൻവറിനെ തള്ളാതെ അൻവർ പറഞ്ഞതിലെന്തോ വസ്തുതയുണ്ടെന്ന ബോധ്യത്തോടുകൂടിയാണ് ചർച്ചകളിൽ പൊതുവിൽ പങ്കെടുക്കുന്നത്. അതിന് മറുപടി പറഞ്ഞ് കുഴയുകയാണ് CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യാനെത്തുന്ന പ്രാദേശിക നേതാക്കൾ. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന ബോധ്യം പൊതുജനങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്റെ നിജസ്ഥിതി പുറത്തുവരണം, അതിന് അന്വേഷണം വേണം. അന്വേഷിക്കുക മാത്രമല്ല, പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ വരെ ആ കാര്യം ബോധ്യപ്പെടുത്തണം എന്ന ആവശ്യമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉയർന്നത്. നമുക്കറിയാം, ഇത് ബ്രാഞ്ച് സമ്മേളനങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ. ഈ മാസവും അടുത്ത മാസവും കൊണ്ട് ലോക്കൽ തലം വരെയുള്ള സമ്മേളനങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പിന്നീട് കുറച്ചുകൂടി ഗൌരവമുള്ള ചർച്ചകൾ നടക്കുന്ന, കുറച്ചുകൂടി ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ പങ്കെടുക്കുന്ന ഏരിയ സമ്മേളനങ്ങളിലേക്ക് CPM കടക്കും. ജില്ലാ സമ്മേളനങ്ങളും പിന്നെ ഫെബ്രുവരിയിൽ കൊല്ലത്തെ സംസ്ഥാന സമ്മേളനവും വരും. ഈ സമ്മേളനങ്ങളുടെയൊക്കെ അജണ്ട നിശ്ചയിക്കപ്പെടുകയായിരുന്നു PV അൻവറിന്റെ ആരോപണത്തിലൂടെ. PV അൻവർ ഉന്നയിച്ച അതീവ ഗുരുതരമുള്ള ആരോപണങ്ങളിലൂടെ. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും P ശശിയും അത് മറികടന്ന് ഒരുപക്ഷെ മുഖ്യമന്ത്രിയിലേക്കും എത്താവുന്ന ആരോപണങ്ങളാണ് P ശശിക്ക് എതിരെ ഉൾപ്പെടെ PV അൻവർ ഉന്നയിച്ചത്. അത് CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളുടെ അജണ്ട നിശ്ചയിക്കപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റുകയാണ്. രൂക്ഷമായ വിമർശനമാണ് ഈ സമ്മേളനങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഉയരുന്നത്. നേരത്തെയൊക്കെ കഴിഞ്ഞ സമ്മേളനങ്ങളിലുമൊക്കെ കണ്ട പൊതു കാഴ്ച അതായിരുന്നു. ഇപ്പോൾ കുറെ കൂടി ശക്തമാണ്, ഏകീകൃത സ്വഭാവത്തിലുള്ളതാണ് ഈ വിമർശനങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പലപ്പോഴും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു, മുന്നണിയെ നാണക്കേടിലാക്കുന്നു. പോലീസിനെ കെട്ടഴിച്ചു വിട്ട പോലുള്ള പ്രവർത്തനമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. പോലീസിൽ ഒരു നിയന്ത്രണവും പാർട്ടിക്കില്ലാത്ത, മുഖ്യമന്ത്രിക്കില്ലാത്ത അവസ്ഥയുണ്ടാകുന്നു തുടങ്ങിയ രൂക്ഷ വിമർശനങ്ങളാണ് ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിലൊക്കെ ഉയരുന്നത്. സാധാരണഗതിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അത്രയധികം വലിയ രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്ന വേദിയല്ല. പക്ഷേ ഇപ്പോൾ വളരെ ആസൂത്രിതമായി PV അൻവറിന്റെ ആരോപണം വന്നതോടുകൂടി ബ്രാഞ്ച് സമ്മേളനം മുതൽ ഈ ഒരു വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ്, വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അവിടെ കോടിയേരി ബാലകൃഷ്ണൻ എന്ന CPM-ന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ താഴെത്തട്ടുള്ള അംഗങ്ങൾക്ക് പോലും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നത് ഇത്ര വലിയൊരു ആരോപണം വന്നിട്ടും പോലീസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഉയരുന്നു. അതിലൊന്ന് PV അൻവർ ഉന്നയിച്ച കൊലപാതകമടക്കമുള്ള ആരോപണങ്ങളുണ്ട്, ആക്ഷേപങ്ങളുണ്ട്. നേരത്തെ ഈ ADGP അജിത് കുമാറിന്റെ
പല വിഷയങ്ങളുള്ള സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള വിഷയങ്ങൾ ഇടപെട്ട കാര്യങ്ങളിലുള്ള ആരോപണമുണ്ട്. ഇതൊക്കെ ഇത്ര നിസ്സാരമായി കാണാൻ ഈ പാർട്ടിക്കും ഈ സർക്കാരിനും എങ്ങനെ കഴിയുന്നു? ആരോപണം ഉന്നയിക്കുന്നത് ഒരു ഭരണകക്ഷി MLA ആണ്. നിസ്സാരമായി കാണുന്നു, ഒരു കേവലം അന്വേഷണം പ്രഖ്യാപിക്കുന്നു, അതിനപ്പുറത്തുള്ള യാതൊരു നടപടികളും ഉണ്ടാകുന്നില്ല. അന്വേഷണത്തിൽ തന്നെ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്, ചില അവ്യക്തതകളുണ്ട്. ഇവിടെ ഈ സാധാരണക്കാരായ പാർട്ടി അണികളെ പോലും പറഞ്ഞു മനസ്സിലാക്കാൻ, പാർട്ടിയുടെ അത്രയും കൂറുള്ളവരെ പോലും പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സർക്കാരും പാർട്ടിയും എങ്ങനെ ഈ അന്വേഷണങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യം ഉയരുന്നുണ്ടല്ലോ. അങ്ങനെ പൊതുജനങ്ങളെ, സാധാരണ ജനങ്ങളെ, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ്, സാധാരണ ജനങ്ങളെ എങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കുമെന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നുണ്ടല്ലോ. അവിടെയാണ് ഈ പ്രാദേശിക സമ്മേളനങ്ങളിലെ, താഴെത്തട്ടിലുള്ള സമ്മേളനങ്ങളുടെ ഇത്തരം വിമർശനങ്ങളുടെ പ്രസക്തി. രണ്ട് തലങ്ങളിലുള്ള അന്വേഷണമാണ് PV അൻവർ ഈ ആരോപണത്തിലൂടെ ഉദ്ദേശിച്ചത്. അതിൽ ഒന്ന് ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണമാണ്. അജിത് കുമാറിനെ എതിരെ അടക്കമുള്ള ഉയർന്ന ആരോപണങ്ങളിൽ ആഭ്യന്തര വകുപ്പിന്റെ അന്വേഷണമാണ്. അത് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും. പക്ഷേ സംസ്ഥാന പോലീസ് മേധാവി എന്നതിന് അപ്പുറത്തേക്ക് താഴേക്കുള്ള ഉദ്യോഗസ്ഥരെല്ലാം ലോ ആൻഡ് ഓർഡർ ADGPയുടെ കീഴുദ്യോഗസ്ഥരാണ്. അവിടെയാണ് വിമർശനം ഉയർന്നത്. സംസ്ഥാന പോലീസ് മേധാവി സ്വാഭാവികമായും ഏറ്റവും അതിനേറ്റവും ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ്. ADGPക്ക് ഒരു ആരോപണം വരുമ്പോൾ അന്വേഷിക്കാൻ ഉള്ള അധികാരമുള്ള, അതിന് പവറുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവി. പക്ഷേ ആ ടീമിലുള്ള മറ്റുദ്യോഗസ്ഥരാകട്ടെ എല്ലാം ADGP MR അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരാണ്. അവിടെയാണ് ആ വിമർശനങ്ങൾ അത്തരത്തിൽ ഉയർന്നത്. അത് പോരാ എന്ന അഭിപ്രായം ഉയർന്നു വരുന്നത്. HMനെതിരെയുള്ള അന്വേഷണത്തിന് പിയൂണിനെയും സ്കൂളിൽ ബെല്ലടിക്കുന്ന ആളെയുമാണോ നിയോഗിക്കുന്നതെന്ന് PV അൻവർ ചോദിക്കാനിടയാക്കിയത് ആ ഒരു കാര്യത്തിലാണ്. അത് ആ രീതി അന്വേഷണം മുന്നോട്ട് പോകുന്നു. അതിനെതിരെ പരാതികളുണ്ട്. സ്വാഭാവികമായും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥർ, ADGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെങ്കിലും ഈ ടീമിൽ ഉണ്ടാകേണ്ടിയിരുന്നു. DGP നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാൻ പോകുന്ന ആളല്ല. സ്വാഭാവികമായും ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കും. അപ്പോൾ അതിൽ ADGP അടക്കമുള്ള ഉദ്യോഗസ്ഥരെങ്കിലും വേണമായിരുന്ന ആവശ്യമാണ് പൊതുവിൽ ഉയർന്നു വരുന്നത്. മറ്റൊരു അന്വേഷണം ഉണ്ടാകേണ്ടതിന് പാർട്ടിയിൽ നിന്നാണ്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ പരാതി നൽകിയ അതേ കത്തിന്റെ പകർപ്പ് മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരമാണെന്നും സൂചനകളുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ആ പരാതി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ആ കത്തിന്റെ പകർപ്പ് അൻവർ കൈമാറിയിട്ടുണ്ട്. ഇനി വേണ്ടത് പാർട്ടിയുടെ അന്വേഷണമാണ്. പാർട്ടി അന്വേഷണം സ്വാഭാവികമായും സർക്കാർ തലത്തിൽ അന്വേഷണം വ്യത്യസ്തമായി P ശശി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു സ്വയം ആർജിത അല്ലെങ്കിൽ സ്വയം നിർമ്മിത അധികാര കേന്ദ്രമായി മാറുന്നു. മുഖ്യമന്ത്രിയെ പോലും മറികടക്കുന്ന തീരുമാനങ്ങൾ ആഭ്യന്തര വകുപ്പിൽ എടുക്കുന്നു. ഉദ്യോഗസ്ഥരെ ആ വഴിക്ക് മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലാതെ നിയന്ത്രിക്കുന്നു. അവരെ കൃത്യമായി അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഒരു സമാന്തര അധികാര കേന്ദ്രമായി മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറി CPM സംസ്ഥാന സമിതി അംഗം മാറുന്നു എന്ന ആരോപണമാകും പാർട്ടി അന്വേഷിക്കുക. നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ആ യോഗത്തിൽ സ്വാഭാവികമായും ഈ വിഷയം ചർച്ചയാകും. മുന്നണിയിലെ MLAയുടെ, പാർട്ടിയുടെ സ്വതന്ത്ര MLAയുടെ പരാതിയാണ്, രേഖാമൂലമുള്ള പരാതിയാണ് പാർട്ടി സെക്രട്ടറിക്ക് ഇന്നലെ ലഭിച്ചത്. ആ പരാതിയിൽ അന്വേഷിക്കാതെ, അതിൽ തീരുമാനമെടുക്കാതെ മുന്നോട്ട് പോകാൻ CPMന് കഴിയില്ല. അതുകൊണ്ടുകൂടിയാണ് നാളത്തെ സെക്രട്ടേറിയറ്റ് യോഗം വളരെ നിർണായകമാകുന്നത്. ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വന്നാൽ പാർട്ടി അന്വേഷണ കമ്മീഷൻ വയ്ക്കുകയാണോ അല്ലെങ്കിൽ ശശിയിൽ നിന്ന് വിശദീകരണം തേടുകയാണോ എന്ന കാര്യങ്ങളൊക്കെ നാളെ അറിയാൻ കഴിയും. ഏതായാലും വളരെ ഗൌരവത്തോടെ പാർട്ടി ഇക്കാര്യം കാണുന്നു. മുഖ്യമന്ത്രിയും ഗൌരവത്തോടെ കാണുമെന്ന് പറയുമ്പോഴും സൂചിപ്പിച്ച പോലെ ADGPക്കെതിരെ അന്വേഷണത്തിന് ADGPയുടെ കീഴുദ്യോഗസ്ഥരെ കൂടി ആ സംഘത്തിൽ ഉൾപ്പെടുത്തിയ നടപടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതാണ് അപഹാസ്യമെന്ന വിമർശനം പൊതുവിൽ ഉയരുന്നത്. പക്ഷേ ഇതൊന്നും CPM സമ്മേളനങ്ങളിൽ ആ രീതിയിൽ ബാധിക്കില്ല. CPM സമ്മേളനങ്ങളിൽ ആ വിമർശനങ്ങൾ ഉയർന്നു വരും. ഒരുപക്ഷെ മുൻകാലങ്ങളിലൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കാൻ ഒന്നറയ്ക്കുമായിരുന്നു CPMന്റെ കീഴ്ഘടകങ്ങളും മേൽത്തട്ടിലുമുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ. പക്ഷേ ഇപ്പോൾ CPMലെ സമവാക്യങ്ങൾ മാറുന്നു എന്നൊരു സൂചന കൂടി കാണണം. തെറ്റിദ്ധാരണ രേഖയുടെ ചർച്ചയിലെ മുഖ്യമന്ത്രിക്കെതിരെ പേരെടുത്തു പറഞ്ഞ രൂക്ഷ വിമർശനമാണ് CPM സംസ്ഥാന സമിതി മുതൽ താഴേക്ക് ബ്രാഞ്ച് തലങ്ങളിൽ വരെ ഉയർന്നു വന്നത്. അതിന്റെ തുടർച്ച ഇപ്പോൾ ഈ ബ്രാഞ്ച് സമ്മേളനം ആരംഭിക്കുമ്പോഴും ഉണ്ടാകുന്നു. അവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം ഉന്നയിക്കാൻ വലിയൊരു ആയുധം PV അൻവർ എന്ന CPM സ്വതന്ത്ര MLA അവർക്ക് നൽകി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നൽകിയതല്ല, കൃത്യമായി അൻവറിനെ കൊണ്ട് ചെയ്യിച്ചതാണ് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളെന്ന് വിശ്വസിക്കുന്നവരാണ് CPMൽ ഏറെയും. അത് ആരാണ് ഈ മറഞ്ഞിരിക്കുന്ന യഥാർത്ഥ ഈ പട നയിക്കുന്ന ആൾ ആരാണ്, ആ സൈനാധിപൻ ആര്, അൻവർ അതിലൊരു പടയാളി മാത്രമാണ് എന്നൊരു പൊതു അഭിപ്രായമാണ് CPM ഉയർന്നത്. സൈനാധിപൻ നിശബ്ദനായി പുറകിലുണ്ട്. അതാര് എന്ന ചോദ്യമാണ് CPM കേന്ദ്രങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്, അങ്കലാപ്പിലാക്കുന്നത്. EP ജയരാജൻ എന്ന
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വലങ്കൈ ഏറ്റവും വിശ്വസ്തനായ നേതാവിനെ അടുത്തിടെയായി അത്ര ബന്ധത്തിൽ അല്ലെങ്കിൽ പോലും നിസ്സാരമായി വെട്ടിമാറ്റിയിരിക്കുന്നു CPM. അടുത്തത് മുഖ്യമന്ത്രിയുടെ മറ്റൊരു വിശ്വസ്തൻ P. ശശിയാണ് ലക്ഷ്യം. അതും കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ആരൊക്കെ വീഴും, ആരൊക്കെ വാഴും, ഏതൊക്കെ തലകളാണ് ഈ സമ്മേളനം കഴിയുമ്പോൾ CPM-ൽ സർക്കാരിൽ ഉരുളാൻ പോകുന്നത്? കൃത്യമായ CPM സമ്മേളനം ലക്ഷ്യമിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കമായി തന്നെയാണ്, അതും പാർട്ടിക്കുള്ളിൽ നിന്ന് വന്ന നീക്കമായി തന്നെയാണ് PV അൻവറിന്റെ ഇപ്പോഴത്തെ ഈ പടപ്പുറപ്പാടിനെ കാണേണ്ടത്. തീർച്ചയായും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി വെക്കുന്നുണ്ട് PV അൻവറിന്റെ നീക്കങ്ങൾ. അത് ഓരോന്നും നിർണായകമാണ് താനും. കാരണം P. ശശിയെ മാത്രമാണോ PV അൻവർ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്ന പശ്ചാത്തലമുണ്ട്. പാർട്ടി ഇതിന് നിജസ്ഥിതി കണ്ടെത്തണം എന്നുള്ള ആവശ്യം താഴെത്തട്ടിൽ നിന്ന്, പ്രത്യേകിച്ചും ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ച പശ്ചാത്തലമാണ്. 2 മാസത്തോളം ഇനിയും CPM-ന്റെ സമ്മേളന കാലമാണ്. അവിടെ ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും. ഇപ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ ബ്രാഞ്ചുകളിൽ ഇത് കാര്യമായി തന്നെ ഉയരുന്നുണ്ട്. എന്താണ് PV അൻവർ ലക്ഷ്യം വെക്കുന്നത് എന്നത്, ഇങ്ങനെ മുന്നോട്ട് പോയാൽ പാർട്ടി ഏത് തലത്തിലെത്തും എന്നുള്ളത്, തുടർ ഭരണം എന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് ഇനി കാര്യങ്ങൾ എത്തണമെങ്കിൽ അതിൽ പോലീസിനെ നിയന്ത്രിക്കണം എന്ന പ്രധാനപ്പെട്ട വിവരം ഉയർന്നു വരുന്നു. ഉദ്യോഗസ്ഥർ സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഈ അനധികൃതമായ ചില ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്ന ചോദ്യം കൂടി പാർട്ടിയുടെ സമ്മേളനങ്ങൾ ഉയരുന്നുണ്ട്. CV അനുമോദ് കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. അനുമോദ്, ഇന്നലെ പാർട്ടി സെക്രട്ടറിയെ കണ്ട് PV അൻവർ സമാനമായ, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വിചാരിച്ചത് PV അൻവർ ഒന്ന് അടങ്ങി എന്നാണ്, പക്ഷേ ഒട്ടും അടങ്ങുന്നില്ല. താൻ ഇനിയും ശക്തമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. മുഖ്യമന്ത്രി വീട്ടിൽ നിന്നാണോ മുഖ്യമന്ത്രി ആയതെന്ന് ചോദ്യമുണ്ടാകുന്നു. പാർട്ടിയല്ലേ മുഖ്യമന്ത്രിയാക്കിയത്? അപ്പോൾ പാർട്ടിയുടെ പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. നിരവധി കാരണങ്ങൾ കൊണ്ട് പാർട്ടിക്ക് PV അൻവറിനെ തള്ളിക്കളയാനുമാവില്ല. പിന്നീട് PV അൻവറുമായി സംസാരിക്കാൻ സാധിച്ചോ? അദ്ദേഹം ഇനിയും ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ഈ പാർട്ടി സെക്രട്ടറിയെ കൂടി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകൂടി ഒന്ന് PV അൻവർ അടങ്ങാനുള്ള സാഹചര്യമുണ്ടോ? അതോ കൂടുതൽ തുടർ നടപടികൾക്കായി കാത്തിരിക്കുകയാണോ ആകാംക്ഷയോടെ? അനുമോദ്, രഞ്ജിത്ത്, PV അൻവർ അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന് നൽകിയ ഉറപ്പുകൾ അത് എത്രമാത്രം പാലിക്കപ്പെടുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക എന്ന ഒരു നീക്കമായിരിക്കാം ഉണ്ടാവുക. 1 മാസമാണ് ഈ ഒരു അന്വേഷണത്തിന്റെ കാലാവധി നിശ്ചയിച്ചിരിക്കുന്നത്. വളരെ ഗുരുതരമായ, വളരെ ഗൗരവമുള്ള ആക്ഷേപങ്ങളാണ്, ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ തെളിവ് സഹിതം അദ്ദേഹം മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിയും കൈമാറിയെന്നാണ് അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും പാർട്ടിയെ പൂർണ്ണമായിട്ടും അൻവറിന് പിണക്കുവാൻ കഴിയില്ല. പാർട്ടിയെ പൂർണ്ണമായിട്ടും അനുസരിക്കാതിരിക്കാനും സാധിക്കില്ല. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിക്ക് അപ്പുറത്ത് നിലവിലെ സാഹചര്യത്തിൽ അൻവറിനെ സമീപിക്കാനും കഴിയില്ല. അൻവറിനെ സംബന്ധിച്ച് തുടങ്ങി വെച്ച പോരാട്ടം അത് ഇപ്പോഴും തുടരുകയാണ്. അതിൽ തനിക്ക് സമീപിക്കാൻ കഴിയുന്ന 2 ഘടകങ്ങൾ, ഒന്ന് സർക്കാരിൻ്റെ, ഒന്ന് പാർട്ടിയുടെ. അതിൻ്റെ ഏറ്റവും ഉന്നത നേതൃത്വത്തിൽ തന്നെ തനിക്ക് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി എന്ത് നടപടി എന്നതിലേക്കുള്ള കാത്തിരിപ്പാണ്. ഒരുപക്ഷെ എന്തായിരിക്കാം ഈ അൻവറിന് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ പ്രേരിപ്പിച്ച ഘടകം എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണ അദ്ദേഹത്തിനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. അത് ആഭ്യന്തര വകുപ്പിനെ പോലും മുഖ്യമന്ത്രിയെ പോലും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് ഒരു സാഹചര്യം തീർത്ത് അൻവർ ഇപ്പോഴും ഈ പറഞ്ഞ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയും പാർട്ടി അദ്ദേഹത്തിനെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും പാർട്ടിയിലെ ഒരു വിഭാഗം അൻവറിനൊപ്പമുണ്ട് എന്ന സൂചന നൽകുന്നതാണ്. പാർട്ടിയിൽ അംഗങ്ങൾ, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ, അവർ പറയാൻ ആഗ്രഹിക്കുന്നതാണ് താൻ പറയുന്നതെന്ന് അൻവർ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അതിന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അൻവറിന് ലഭിക്കുന്ന പിന്തുണയും വളരെ ശ്രദ്ധേയമാണ്. അതായത് പാർട്ടിക്ക് അപ്പുറത്തേക്ക് അൻവറിൻ്റെ സ്വാധീനമുണ്ട്. പാർട്ടിയിൽ സാധാരണ PV അൻവറിനെ എതിർക്കുന്ന, നിശിതമായി വിമർശിക്കുന്നവർ പോലും അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ അൻവറിനൊപ്പം നിന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു പൊതുജന സ്വീകാര്യതയുള്ള, ജനകീയ അടിത്തറയുള്ള ഒരു നേതാവിനെ പെട്ടെന്ന് വിമർശിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്യുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. മറിച്ച് അൻവർ ആണെങ്കിലും തനിക്ക് പറയാനുള്ളത്, തനിക്ക് മുഖ്യമന്ത്രിയോടും പാർട്ടി സെക്രട്ടറിയോടും പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇനി അവർ നടപടി സ്വീകരിക്കട്ടെ എന്ന ഒരു തരത്തിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നിലപാട് എത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ് ആദ്യ ദിവസം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷമുള്ള അൻവറിൻ്റെ പ്രതികരണവും
പാർട്ടി സെക്രട്ടറിയെ കണ്ടതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണവും. മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം അല്പം പ്രതിരോധത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചതെങ്കിൽ പാർട്ടി സെക്രട്ടറിയെ കണ്ട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആത്മവിശ്വാസമുണ്ട്. അതായത് പാർട്ടി അദ്ദേഹത്തിന്റെ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നു, അത് വിശ്വസിക്കുന്നു എന്ന ഒരു തോന്നൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തിൽ പ്രതിഫലിക്കുന്നത്. സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഇനി സമ്മേളനങ്ങൾ തുടങ്ങുന്നതോടെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ കൂടുതൽ തലത്തിൽ ചർച്ച ചെയ്യപ്പെടും. പലപ്പോഴും പാർട്ടിയെ സംബന്ധിച്ച് അൻവർ പൂർണ്ണമായിട്ടും വരുതിയിലാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയല്ല. അൻവറിനെ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ അൻവറിനെ പോലെ ഉള്ള ഒരാളുടെ സാന്നിധ്യം ആ നിലമ്പൂർ മേഖലയിൽ പാർട്ടിയെ എത്രമാത്രം ശക്തിപ്പെടുത്തുന്നതാണെന്ന്. അത് അൻവർ മാത്രം ഒരു വ്യക്തി എന്ന നിലയിലല്ല, മലപ്പുറം ജില്ലയിലെ ഇടതുപക്ഷ സ്വതന്ത്ര MLA-മാരെല്ലാം ഒരേ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ പാർട്ടിക്ക് മലപ്പുറം ജില്ലയിൽ അത് അവരെ കേട്ട് അവരെ മനസ്സിലാക്കി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ എടുത്തുചാടി അത്തരത്തിൽ ഒരു ഇവരുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കാതെ മുന്നോട്ട് പോവുക സാധ്യമല്ല. മാത്രമല്ല, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അൻവറിന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം, അതിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന സ്വീകാര്യത കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ സൂചിപ്പിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ അൻവർ ഒരുപക്ഷെ ഇനിയുള്ള ദിവസങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയതുപോലെ കടുത്ത വെട്ടി തുറന്നുള്ള പ്രതികരണങ്ങൾ നടത്തുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം തനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നടപടിയെടുക്കാനുള്ള സമയമാണ്. അത് എടുക്കുമോ ഇല്ലയോ എന്ന കാത്തിരിപ്പിലാകാം അൻവർ ഒരുപക്ഷെ. രഞ്ജിത്ത്, അൻവറിന്റെ ഇനിയുള്ള നീക്കങ്ങളും നിർണായകമാണ്. മുഖ്യമന്ത്രിയെ കണ്ടു, പാർട്ടി സെക്രട്ടറിയെ കണ്ടു, ഇപ്പോഴും ആരോപണങ്ങൾ നിട്ടും പുറകോട്ടില്ല എന്ന് പറയുന്നു. കാത്തിരുന്നു കാണാം. താൻ തുടക്കമിട്ടിരിക്കുന്നത് ഒരു വിപ്ലവത്തിനാണ് എന്ന് അൻവർ പറഞ്ഞു വെക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഇനി ഉണ്ടാകും. സമ്മേളനങ്ങളിൽ ഇത് പ്രതിഫലിക്കുകയും ചെയ്യും. ഇതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത്, ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ആർഭാടം വേണ്ടെന്ന് CPM. ഭക്ഷണത്തിലും പ്രചാരണത്തിലും ആർഭാടം ഒഴിവാക്കണം. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ പൊതിച്ചോറ് മതി, ആർച്ചും കട്ടൌട്ടും ഒഴിവാക്കണം. സമ്മേളനങ്ങളിൽ സമ്മാനങ്ങൾ ഒഴിവാക്കണമെന്നും പാർട്ടി രേഖ പറയുന്നു. ഈ VV അരുൺ ചേരുകയാണ്. ആരോട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പാർട്ടി എത്തുന്നത്? ആർഭാടപൂർവ്വം നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ ഈ താഴെത്തട്ടുള്ള സമ്മേളനങ്ങളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായും കൊടിതോരണങ്ങൾ ഉണ്ടാകും, കട്ടൌട്ടുകൾ ഉണ്ടാകും, നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാകും. അങ്ങനെയൊക്കെ സംഭവിക്കുന്നിടത്താണ് ഇതൊന്നും വേണ്ട എന്ന് പാർട്ടി നിർദ്ദേശിക്കുന്നത്. പാർട്ടി സംസ്ഥാന സമിതിയാണ് ഇത്തരം നിർദ്ദേശം ഒരു രേഖയായി തന്നെ സർക്കുലറായി തന്നെ CPM സമ്മേളനം നടത്തിപ്പിനായി നൽകിയിരിക്കുന്നത്. വലിയ ആർഭാടങ്ങൾ സൂചിപ്പിച്ച പോലെ ബ്രാഞ്ച് സമ്മേളനങ്ങളും അത് ലോക്കൽ സമ്മേളനങ്ങളൊക്കെ ആകുമ്പോൾ ഒരു ജില്ലാ സമ്മേളനത്തിന് പകിട്ട് കഴിഞ്ഞ സമ്മേളന കാലമൊക്കെ ഇപ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ ഏരിയ നടത്തുന്നത് പോലുള്ള പന്തലുകൾ ഇട്ടൊക്കെ കുറച്ചുകൂടി വിപുലമാകാറുണ്ട്. അങ്ങനെയുള്ള സമ്മേളന ആർഭാടം ഇത്തവണ വേണ്ടെന്നാണ് CPM നേതൃത്വം നിർദ്ദേശിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ നാട്ടുകാരിൽ നിന്ന് പിരിവെടുത്താണ് സമ്മേളനങ്ങൾ നടത്താറുള്ളത്. ആ ബാധ്യത കൂടി നാട്ടുകാരിലേക്ക് എത്തും. അതുകൊണ്ട് അത്തരം വലിയ ചെലവ് വേണ്ട. ഭക്ഷണപ്പൊതി പോലും, അതായത് റാഞ്ച് സമ്മേളനത്തിലും ലോക്കൽ സമ്മേളനങ്ങളിലൊക്കെ ഭക്ഷണം പോലും വീടുകളിൽ നിന്ന് പൊതിച്ചോറായി കൊണ്ടുവന്ന് നടത്താം. പൊതിച്ചോറും അല്ലെങ്കിൽ സമാനമായ രീതിയിലുള്ള ചെലവ് കുറഞ്ഞ ഭക്ഷണവും മതി. ബ്രാഞ്ചുകളിൽ നിന്ന് പിരിച്ച് വീടുകളിൽ നിന്ന് പാർട്ടി അനുഭാവികളുടെ, പാർട്ടി പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് പിരിച്ച് ഭക്ഷണം നൽകി അത്തരത്തിൽ സമ്മേളനം നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വലിയ കമാനങ്ങൾ, കട്ടൌട്ടുകളൊക്കെ പലപ്പോഴും ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പോലും നമ്മൾ കാണാറുണ്ട്. വലിയ സ്റ്റേജ് ഇതിലിടങ്ങളിലൊക്കെ ഒരുക്കാറുണ്ട്. അതൊന്നും വേണ്ട എന്നാണ് CPM നിർദ്ദേശം നൽകുന്നത്. മേൽ സമ്മേളനങ്ങളിലേക്കാകുമ്പോൾ സ്വാഭാവികമായും അത്തരം ചിലവുകൾ ഉണ്ടാകും, ആർഭാടങ്ങൾ ഉണ്ടാകും. ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പോലും ഈ മെനുവിൽ പോലും പരിമിതമായ സാധനങ്ങൾ മതി. മത്സ്യവും മാംസവും എല്ലാം കൊടുക്കുന്ന ഒരു രീതി വേണ്ട, ഏതെങ്കിലും ഒന്ന് മതി എന്ന നിർദ്ദേശം കൂടി നൽകുന്നുണ്ട്. അത്തരത്തിൽ പരമാവധി ചെലവ് ചുരുക്കി ആർഭാടരഹിതമായി സമ്മേളനങ്ങൾ നടത്താനാണ് CPM ഈ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. VV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഒപ്പം CV അനുമോദും അൻവറിന്റെ ഇനിയുള്ള തുടർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചു.